ഡാലയിലെ വേൾഡ് കപ്പ് 26 ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലെ ഇന്നുമായി നടന്ന റൗണ്ട് ഓഫ് 16 മത്സരങ്ങളെ പറ്റിയുള്ളൊരു അനാലിസിസ് ആണ്. അപ്പോൾ ഈ ആദ്യത്തെ മത്സരത്തിലേക്ക് വന്ന ബ്രസീൽ നോർവേ മത്സരത്തിൽ ഹാളണ്ടിൻ്റെ 2 ഗോൾ മികവിൽ ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ആ മത്സരത്തെ? കഴിഞ്ഞ ദിവസം ബ്രസീൽ നോർവേനെ നേരിടാൻ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു സ്റ്റാറ്റ് ഉണ്ടായിരുന്നു. നോർവേ ബ്രസീൽ ഫേസ് ടു ഫേസ് കഴിഞ്ഞ തവണ പലതവണയായിട്ട് വന്നപ്പോഴൊന്നും ബ്രസീലിന് ഒരിക്കൽ പോലും നോർവേനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. അത് ബ്രസീലിൻ്റെ മനസ്സിലുണ്ടാവും, അങ്ങനെ ഒരു സ്റ്റാറ്റിനെ മറികടക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ അവരുടെ മനസ്സിലുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർവേനെ പരാജയപ്പെടുത്തിയ ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയ ബ്രസീലിന് വീണ്ടും അത് സാധ്യമാവാതെ വരികയാണ്. കഴിഞ്ഞ ദിവസത്തിലെ ഇപ്പോൾ ടീമിനെ നോക്കിയാൽ, ടീം സ്ട്രെങ്ത് നോക്കിയാൽ, കോച്ചിനെ നോക്കിയാൽ, അവർ ആ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഏതൊക്കെ ലീഗിലാണ് കളിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കിയാൽ, അല്ലെങ്കിൽ ഏതൊക്കെ ടീമിലാണ് കളിക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ബ്രസീൽ ടീമിന് തന്നെയാണ്. 3 യൂറോപ്യൻ ലീഗ് ടൈറ്റിലുകൾ ജയിച്ചിട്ടുള്ള, 5 UCL അടിച്ചിട്ടുള്ള കാർലോ ആൻസലോട്ടിനെ പോലെ ഒരു കോച്ച്, വിനീഷ്യസ് ജൂനിയർ, കൂനിയ, ബെഞ്ചിൽ നെയ്മർ, ഇങ്ങനെ ഇത്രയും ഡിഫൻസിൽ ഗബ്രിയൽ, ആലിസണെ പോലൊരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർ, ഇത്രയും വലിയൊരു ടീം ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബ്രസീൽ ടീമുകളോ അല്ലെങ്കിൽ അപ്പോഴത്തെ നോർവേ ടീമോ പോലെയൊന്നും ആയിരിക്കില്ല. ഇത്തവണ ഇവർക്ക് എന്തായാലും നോർവേനെ താണ്ടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. പല പ്രഡിക്ഷൻസിലും ഇപ്പോൾ ഒറ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ അനാലിസിസിലൊക്കെ ബ്രസീലിന് തന്നെയാണ് ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രസീൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ മത്സരം തുടങ്ങുന്നതിന് മുന്നേ, അതേപോലെ കഴിഞ്ഞ നോർവേയുടെ മത്സരത്തിന് ശേഷം, ബ്രസീലിന് മുന്നേയുള്ള നോർവേയുടെ മത്സര ശേഷം, ഐവറി കോസ്റ്റ് ആയിട്ടുള്ള മത്സര ശേഷം നോർവേയുടെ കോച്ച് സ്റ്റീൽ സോൾബാക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഭയങ്കര വൈറലായിരുന്നു. അതായത് കാർലോ ആൻസലോട്ടി വി ആർ കമ്മിങ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അത് കാർലോ ആൻസലോട്ടിക്കെതിരെ ഒരു ഡിസ്റെസ്പെക്ട് ആയിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞപ്പോൾ അതിനൊരു മറുപടി പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. ഡിസ്റെസ്പെക്ട് ഒന്നും അല്ല, ആ ഒരു മത്സരത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ പറഞ്ഞതാണ്, അദ്ദേഹത്തിനോട് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് തന്നെയാണല്ലോ, അങ്ങനെ രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പെനാൾട്ടിക്ക് വരെ ഇവർ പ്രിപ്പയർഡാണ്. 1, 2, 3, 4, 5 വരെയുള്ള പൊസിഷനിൽ ആരാ പെനാൾട്ടി എടുക്കുക എന്ന് വരെ അവർ പ്രിപ്പയർഡ് ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത്രത്തോളം ആ മാച്ചിനെ പ്രിപ്പയർ ചെയ്തിട്ട് ബ്രസീലിനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ തന്നെയാണ് ആ മത്സരത്തിൽ ഇറങ്ങിയത്. എക്സ്ട്രാ ടൈമിലേക്ക് പോവുക, പെനാൾട്ടി വരെ പോവുക, അങ്ങനെയുള്ള ഒരു ഉദ്ദേശമൊന്നും ആ കളിയിൽ ഉടനീളം നമുക്ക് കാണാനുണ്ടായിരുന്നില്ല. അവർ തുടരെ ചാൻസ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു പൊസഷൻ വളരെ കുറവ് ബ്രസീലിനാണ്. പറയുകയാണെങ്കിൽ 34% പൊസഷൻ ഉണ്ടായുള്ളൂ. അവിടെ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കുറവ് പൊസഷൻ കഴിഞ്ഞ മാച്ചിലായിരുന്നു ബ്രസീലിന്റെ. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ പോലും എക്സ്പെക്റ്റഡ് ഗോൾ XG റേറ്റിംഗിൽ ബ്രസീലിനായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നു, 2.61 ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്താ വെച്ചാൽ അവരുടെ ഗോളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ്. അതെ, വളരെ മികച്ച സേവ്സ് കുറേ എണ്ണം അവർ നടത്തിയിട്ടുണ്ട്. നൈലൻഡ് എന്നാണ് അദ്ദേഹത്തിന് പേര്. ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് കഴിഞ്ഞ മത്സരത്തിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ബ്രസീലിന് കിട്ടിയിട്ടുള്ള ആദ്യ പെനാൾട്ടി, കൂനിയനെ ഫൗൾ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പെനാൾട്ടി, ബോളും പിടിച്ചിട്ട് വിനീഷ്യസ് ജൂനിയറും ബ്രൂണോ ഗിമറസും നിൽക്കുന്നുണ്ടായിരുന്നു. പലരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക വിനീഷ്യസ് ആയിരിക്കും എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ നമ്മളിത് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ പെനാൾട്ടി എടുക്കുന്നതിന് മുന്നേ പല മൈൻഡ് ഗെയിംസും ഗോളിയാണെങ്കിലും ഓപ്പോസിറ്റ് ടീം ഡിഫൻഡേഴ്സ് ആണെങ്കിലും കളിക്കുന്നുള്ളതുകൊണ്ട് അവരെ കൺഫ്യൂസ് ചെയ്യാനുള്ള തരത്തിൽ 2-3 പേര് പെനാൾട്ടി എടുക്കാൻ പാകത്തിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ വിചാരിച്ചിട്ടുണ്ടാവുക വിനീഷ്യസ് തന്നെയായിരിക്കും ആ പെനാൾട്ടി എടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ എല്ലാവരും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ബ്രൂണോ ഗിമറസ് ആ പെനാൾട്ടി എടുത്തു. അത് ആ ഗോളി സേവ് ചെയ്യുകയും ചെയ്തു. മത്സരത്തിൽ ഏറ്റവും പിവട്ടൽ മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഗോൾ കയറിയിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതി ആകെ മാറിയാണ്. കളിച്ചതന്നെ നോർവേയും അതേപോലെ ശ്രമിച്ചിട്ടുണ്ടാവും. അവരും വേഗം ഗോൾ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും നേരം ഹാളൻഡിന്റെ നേരിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. പലരെ സംബന്ധിച്ചിടത്തോളം, മേ ബി ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങാനും ഗോൾ ആയിരുന്നെങ്കിൽ കാർലോ ആൻസലോട്ടിന്റെ ടാക്ടിക്സ് വിജയിച്ചു, അദ്ദേഹത്തിന്റെ പുരുകം പൊക്കിയ ഫോട്ടോ ഒക്കെ വെച്ച് സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനും ഇന്ന് നമ്മൾ വരെ അത് പറഞ്ഞേനെ, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കാർലോ ആൻസലോട്ടിയുടെ ടാക്ടിക്സ് എന്ന്. പക്ഷെ അത് പാളിയൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ മത്സരശേഷം കാർലോ ആൻസലോട്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബ്രൂണോ ഗിമറസ് പെനാൾട്ടി എടുത്തത്, എന്തുകൊണ്ടാണ് വിനീഷ്യസ് എടുക്കാതിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 1 വർഷമായിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും ഇതെല്ലാം അനാലിസിസ് ചെയ്തിട്ട് നമ്മുടെ നമ്പർ 1 ആദ്യത്തെ 5 വിനീഷ്യസ് വരുന്നില്ല പെനാൾട്ടി ടേക്കിങ്ങിൽ. ആദ്യം വരുന്ന റഫീഞ്ഞാണ്. റഫീഞ്ഞ ഓബ്വിയസ്ലി ഇഞ്ചേർഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് റഫീഞ്ഞ, പിന്നീടൊക്കെയാണ് നെയ്മർ ആ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ വിനീഷ്യസിന് മുന്നേ വരുന്ന ബ്രൂണോ ഗിമറസ് ആണ്. അതുകൊണ്ടാണ് ബ്രൂണോ ഗിമറസിനെ കൊണ്ട് പെനാൾട്ടി എടുപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ആ എടുത്ത ഡിസിഷനിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കണ തെറ്റാണെന്നൊന്നും കാർലോ ആൻസലോട്ടി പറയുന്നില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ അനാലിസിസും കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പാളിപ്പോയൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് പറയും. മേ ബി വിനീഷ്യസ് ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുണ്ടാവും, എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം അത്തരത്തിലുള്ളൊരു സ്റ്റേജ് വിനീഷ്യസിന് പല തിക്താനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സ്റ്റേജും കൂടെ ആയിരുന്നു. പലതവണ അദ്ദേഹം അനുഭവിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും. എന്താ കാരണങ്ങളെന്നൊന്നും നമുക്കറിയില്ല. എനിവേ അങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണ്. നല്ലൊരു ചാൻസ് ബ്രസീൽ മിസ്സാക്കി.
പിന്നെ സെക്കൻഡ് ഹാഫിൽ എൻട്രിക്ക് വന്നതിന് ശേഷം നല്ലൊരു 1-on-1 ചാൻസ് കിട്ടിയത് വിനീഷ്യസിന്റെ ഒരു ക്രോസിൽ ഗോളിയും എൻട്രിക്കും മാത്രമായിട്ട് വന്നൊരു അതെ. പക്ഷേ അതും ഗോളാക്കാൻ എൻട്രിക്കിനെ കൊണ്ട് സാധിച്ചില്ല. മേ ബി എന്തുകൊണ്ടാണ് എൻട്രിക്കിനെ കാർലോ ആൻസലോട്ടി ഇത്രയും കാലം തുടക്കത്തിൽ തന്നെ ഇറക്കാത്തതിന് എന്നുള്ളൊരു മറുപടി കൂടെ കിട്ടിയെന്ന് വേണം പറയാൻ. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ എൻട്രിക്കിന്റെ ഒരു സൂപ്പർ സബ് നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു സബ്ബുമായിരുന്നു. അതെ. പിന്നീട് ഒരു പോയിന്റിന് ശേഷം ഒന്നും ഗോളാവുന്നില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും ബ്രസീൽ ഫാൻസിന്റെ ആണെങ്കിലും ഒരു ക്രൗഡിന്റെ ആണെങ്കിലും ഒരു മെന്റാലിറ്റി നെയ്മർ കളിച്ച് കാണുന്ന. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഏർലിയർ തന്നെ നെയ്മറിനെ ഇറക്കുകയും അത് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഇല്ലാണ്ട് ആവുകയും ചെയ്തു. കാരണം നെയ്മറിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് നമ്മൾ എന്തൊക്കെ മാജിക്കും സ്കില്ലും ഉണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് ആ ഹൈ ലെവലിൽ പെർഫോം ചെയ്യാൻ തടയുന്നുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ പക്ഷേ ഒരു ആശ്വാസ ഗോൾ എന്ന കണക്ക് ഒരു പെനാൽറ്റി കിട്ടി. അത് നെയ്മറിന് സ്കോർ ചെയ്ത് ഫിനിഷ് ചെയ്യാനും പറ്റി. ഈ വേൾഡ് കപ്പ് തുടങ്ങിയ തൊട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യം മത്സരം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ബ്രസീലിന്റെ ഈ ഒരു ടീം അത്ര സെറ്റ് ആയിട്ടില്ല. പക്ഷെ ഓരോ മത്സരം കഴിയുന്നതോറും ഇമ്പ്രൂവ് ആയി വരുന്ന ഒരു ടീമാണ്. പല ചാൻസസും കാണും. അതെ, ജപ്പാനെതിരെയൊക്കെ നമ്മൾ ആക്ച്വലി ഈ ഒരു ടീമിനെ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു മിഡ്ഫീൽഡിനെ വെച്ച് ബ്രസീൽ എന്ത് ചെയ്യുന്ന പറയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ടീം പ്ലാനിങ്ങിലും ടാക്ടിക്സിലും കൂടെ കാർലോ ആൻസലോട്ടിയും ആ ടീമും നമുക്ക് തന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫർദർ ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് ഇമ്പ്രൂവ്മെന്റ് അല്ല, ആക്ച്വലി താഴേക്ക് പോവാണ് ഉണ്ടായത്. മൊത്തത്തിൽ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു മോശം പെർഫോമൻസ് ആണ് ബ്രസീൽ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ബ്രസീലിന്റെ ഈ ഒരു മിഡ്ഫീൽഡ് വെച്ചിട്ട് അവർ ഈ വേൾഡ് കപ്പിൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടീംസ് ഉള്ള ഈ വേൾഡ് കപ്പിൽ എത്ര ദൂരം മുന്നോട്ട് പോകുന്നുള്ളത് വളരെ സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു കണക്കിന് വേണമെങ്കിൽ പലർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അതായത് ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ബ്രസീൽ ഒരുപാട് ദൂരം ഒന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ഇതൊരു പുതിയ ടീമാണ്, പുതിയ സെറ്റപ്പാണ്, പുതിയ മാനേജർ കാർലോ ആൻസലോട്ടി റീസെൻ്റ്ലിയാണ് വന്നത്, കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇല്ല. അപ്പോൾ അത് എത്രത്തോളം പോകും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഫാൻസ് ഓബിയസ്ലി ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ ഇതെല്ലാം ഒരു മെൻറ്റാലിറ്റിയുടെ ഗെയിമാണ്. ടൂർണമെൻറ്റ് വളരും തോറും ടീം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ബ്രസീലിനും ഉണ്ട്. പക്ഷെ ഒരു ജനറലി ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, ആ ഒരു ടീം വെച്ച് നോക്കുമ്പോൾ, ആ ഒരു ഏജിങ് മിഡ്ഫീൽഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ യങ്ങർ ആയിട്ടുള്ള മിഡ്ഫീൽഡ്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഓപ്പോസിറ്റ് മിഡ്ഫീൽഡ് വരുമ്പോൾ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യാന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കൂടെ ആൻസർ കിട്ടിയ ഒരു ടൂർണമെൻറ്റും എല്ലാത്തിനും കൂടെ ആൻസർ കിട്ടിയ ഒരു മത്സരം കൂടിയാണ് നോർവേക്കെതിരെ നടന്നത്. അപ്പോൾ കാർലോ ആൻസലോട്ടി അവിടെ തുടരണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം. അതെ, യങ് ആയിട്ടുള്ള പല ടാലൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും നിലവിലുള്ള യങ് ടാലൻസിനെയൊക്കെ ഇനിയും ഫർദർ ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു ടീമിനെ മൊത്തത്തിൽ ജെല്ല് ചെയ്യാനും ആൻസലോട്ടിനെ കൊണ്ട് പറ്റുന്നുള്ള തെളിയിച്ച ഒരു ടൂർണമെന്റും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം തുടരണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ മത്സരത്തിൻ്റെ ഒപ്പം പറയാനുള്ള മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഹാളൻഡാണ്. ഹാളൻഡ് എപ്പോഴും എല്ലാ മത്സരത്തിലും എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് ഹാളൻഡ് നിഴലായിരുന്നു, അവിടെ കുറച്ച് ടച്ചസ് ഉള്ളൂ, മൊത്തത്തിൽ ടച്ചസ് തീരെ കുറവാണ്, അങ്ങനെയൊക്കെ പറയാറ്, വിമർശിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാ മത്സരത്തിലും ഗോളിൽ കൂടെ തന്നെ ഹാളൻഡ് ആ ഒരു മറുപടി തരും. അതായത് ഈ കഴിഞ്ഞ ദിവസം ബ്രസീലിനെതിരെ തന്നെ 4-5 ടച്ച് ഉണ്ടായിരുന്നതിൽ 2 ഗോൾ അടിക്കുകയും ചെയ്യും. അതാണ് ഹാളൻഡിന്റെ ക്വാളിറ്റി, ഭയങ്കര ലീത്തലാണ്. അങ്ങനെ ഫുൾ ടൈം ആള് മത്സരത്തിന് നിറഞ്ഞു നിൽക്കണം എന്നൊരു ആവശ്യമേ ഇല്ല. കിട്ടുന്ന ആ 1-2 ചാൻസ് അതിനെ തടുക്കാൻ ഇപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ഗോള് ഒരു ബിഗ് ചാൻസ് പോലും അല്ല, അതെ, ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു സ്ട്രൈക്കാണ്. അതെ, അത്രയും ക്വാളിറ്റി വെച്ച് പുലർത്തുന്ന ഒരു പ്ലെയർ ആണ് ഹാളൻഡ്. ഈ ഹാളൻഡ് ഈ ലെവലിൽ പെർഫോം ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഹാളൻഡ് ഒരാളെ വെച്ചിട്ട് നോർവേ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഏത് വമ്പന്മാരെയും നേരിടാനും വിജയിക്കാനും നോർവേ ടീമിനെ കൊണ്ട് പറ്റും. അത്രയും ക്വാളിറ്റിയാണ് ആ ഫ്രണ്ടിൽ ഹാളൻഡ് വെച്ച് പുലർത്തുന്നത്. പലരും ഈ സമയം കൊണ്ട് തന്നെ നോർവേ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിണ്ടാവും തന്നെ എനിക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചതിൽ ഒരു പ്രധാന ഫാക്ടർ അല്ലെങ്കിൽ മെയിൻ ഫാക്ടർ തന്നെയാണ് ഹാളൻഡ്. ഹാളൻഡിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ മെസ്സിക്കും എംബാപ്പയ്ക്കും ഈക്വൽ ആയിട്ട് തന്നെ ഹാളൻഡ് 7 ഗോളുകളായിട്ട് ഇപ്പോൾ ഈക്വൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹാരി കെയ്ൻ ഇന്നലെ ഗോൾ അടിച്ചോടുകൂടി 5 ഗോളായി ഹാരി കെയ്ൻ്റെ. ഇനി അടുത്തത് നോർവേ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഹാരി കെയ്ൻ വേഴ്സസ് ഹാളൻഡ് എന്നുള്ള ആ ഒരു ബാറ്റിൽ നമുക്ക് അടുത്ത ഒരു ക്വാർട്ടറിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ടതാണ്, നെയ്മർ ഈ മത്സരത്തോടു കൂടി ഇന്റർനാഷണൽ കരിയറിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. 2010 ബ്രസീലിന് വേണ്ടി ആദ്യമായിട്ട്, അതും ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ്, മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഫസ്റ്റ് മത്സരം ഇറങ്ങുന്നത്, ലാസ്റ്റ് മത്സരം ഇറങ്ങുന്നത്. അന്നും ഗോൾ അടിച്ചു, ഇന്നും ഗോൾ അടിച്ചു. അന്ന് USA എതിരായിരുന്നു, ഒരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു, അതിൽ ഗോൾ അടിച്ച്. ഈ ലാസ്റ്റ് മത്സരത്തിലും ഒരു പെനാൽറ്റി ആണെന്നുണ്ടെങ്കിലും ഗോൾ സ്കോർ ചെയ്താണ് ബ്രസീലിന് വേണ്ടിയുള്ള ഒരു കരിയർ എൻഡ് ചെയ്യുന്നത്. അതിൽ 130 മാച്ച് ബ്രസീലിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അതിൽ 80 ഗോളുകളും നേടിയിട്ടുണ്ട്. ഈ ബ്രസീൽ നോർവേ പോലത്തെ ഒരു ബിഗ് മാച്ച് ആയിരുന്നു ഇംഗ്ലണ്ട് മെക്സിക്കോ. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞതാണ്, മെക്സിക്കോയിൽ എങ്ങനെ ഇംഗ്ലണ്ട് ടീം അഡാപ്റ്റ് ചെയ്യും, ആ ഒരു ആൾട്ടിറ്റ്യൂഡിനെ എങ്ങനെ അവർ ഫേസ് ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. പക്ഷേ ഒരു 3-2 മെക്സിക്കോ ആയിട്ട് ജയിച്ച് ഇനി ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ആ മാച്ചിന്? നമ്മൾ ഈ പല ലീഗ് മാച്ചസ്, അതായത് പ്രീമിയർ ലീഗ്, ലാലിഗ മാച്ചസ് പോലുള്ള മാച്ചസ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മത്സരങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഇപ്പോൾ ടോപ്പ് ടീംസ് ഇപ്പോൾ ഒരു പ്രീമിയർ ലീഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസണൽ, സിറ്റി ഇങ്ങനെയുള്ള ടീം പരസ്പരം പോരടിച്ച് അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മിഡ് ടേബിളിലുള്ള പല ടീംസ് ആയിട്ടുള്ള മത്സരം. കാരണം അവിടെ പോയിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് മത്സരിക്കുക, അവിടെ നിന്ന് ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു റിസൾട്ടോ ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മെൻറ്റാലിറ്റി, ഫാൻസിൻ്റെ സപ്പോർട്ട്, അവിടുത്തെ ആ ഒരു ലോക്കൽ കണ്ടീഷൻസ് അവർക്ക് കൊടുക്കുന്ന അഡ്വാൻറ്റേജസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സിമിലർ സിറ്റുവേഷൻ വന്നൊരു മത്സരമായിരുന്നു ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ. പറഞ്ഞ പോലെ മെക്സിക്കോൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്കോണിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം. അത് ധീരജ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഫിസിക്കലി പ്ലേയേഴ്സിനെ തളർത്താൻ കഴിയുന്ന പല ഡിസഡ്വാൻറ്റേജസും കഷ്ടപ്പാടുകളും കൊടുക്കുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് ഇംഗ്ലണ്ട് പോലൊരു രാജ്യത്തു നിന്ന് വന്ന ഒരു ടീം മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ അതിനോട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ എത്രയോ ദിവസം മുന്നേ വന്ന് അഡാപ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ അതിനുള്ള സമയമൊന്നും ഇംഗ്ലണ്ട് ടീമിന് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ ഓൾറെഡി ആ മാച്ച് ടഫായി. പിന്നെ ഈ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും മത്സരങ്ങളിൽ ഒറ്റ ഗോളും കൺസിഡർ ചെയ്യാത്ത 2 ടീമേ ഉണ്ടായിരുന്നു. ഒന്ന് മെക്സിക്കോ, ഒന്ന് സ്പെയിൻ. അതെ. അപ്പോൾ അങ്ങനെയും കൂടെ വരുമ്പോൾ മെക്സിക്കോനെ അവിടെ ഫേസ് ചെയ്യും. അതും ഈ സ്റ്റേഡിയത്തിൽ മെക്സിക്കോ കഴിഞ്ഞ 79 മത്സരങ്ങളിൽ ആകെ 2 തവണയേ തോറ്റിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവർ വിജയിക്കുക അല്ലെങ്കിൽ ഡ്രോ പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അതിന് പുറമെ തന്നെ ഇംഗ്ലണ്ട് അവസാനമായിട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയ്ക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് റിസൾട്ട് വന്നൊരു സ്റ്റേഡിയം കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രോമയും കൂടെ മറികടക്കാനും കൂടെയുള്ള ഒരു മത്സരമായിരുന്നത്. അതിന് പുറമെ മെക്സിക്കോ ഫാൻസിന്റെ വകയുള്ള പരിപാടികളും, അതായത് ഇംഗ്ലണ്ട്, അതെ, അവരുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി പടക്കം പൊട്ടിക്കുക, ബഹളം വെക്കുക, അവർക്കൊരു പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാതിരിക്കുക, അങ്ങനെ മെൻ്റലി അവരെ തളർത്താൻ നോക്കി. അങ്ങനെ അവർ പഠിച്ച പണി 18 മെക്സിക്കോ ചെയ്യാൻ ശ്രമിച്ചൊരു മത്സരമായിരുന്നു. മെക്സിക്കോ വളരെ നല്ല കളിയാണ് കളിച്ചത്. കിടിലൻ ഗെയിമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ബോക്സിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു മെക്സിക്കോയുടെ കളി മൊത്തം വന്നത്. അതെ, സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാലും മെക്സിക്കോക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് വരുന്നത്. അതെ, അപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ മെക്സിക്കോന് 20 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ 5 ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിന് ആകെ 6 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 5ഉം ഓൺ ടാർഗറ്റ് ആയിട്ടായിരുന്നു വന്നത്. ഈ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബ്രസീലിൻ്റെ പറഞ്ഞ പോലെ 33% ഇംഗ്ലണ്ടിന് പൊസിഷൻ ഉണ്ടായുള്ളൂ. ബാക്കി 67% മെക്സിക്കോനായിരുന്നു വന്നത്. പാസുകൾ നോക്കുകയാണെങ്കിൽ 453 പാസുകൾ മെക്സിക്കോക്ക് ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ഒരു പക്ഷേ ഈ മത്സരം കളിച്ച പോലെ വേറെ ഒരു മത്സരം കളിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം അവർക്ക് 244 പാസുകൾ മാത്രമേ ആ ഒരു മത്സരത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. 12 ടച്ചുകൾ മെക്സിക്കോയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നേടാനായി. അതേസമയത്ത് 4 ടച്ചുകൾ മാത്രമേ ഇംഗ്ലണ്ടിന് പറ്റിയുള്ളൂ. അപ്പോൾ ഓബിയസ്ലി മത്സരത്തിന് മുന്നേ തന്നെ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടൂഹേൽ എന്തായാലും ഇതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തുന്നുള്ള എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് ഈ ഫിസിക്കൽ കണ്ടീഷൻസിനെയും മറികടക്കണം, ഈ പറഞ്ഞ മെൻ്റൽ ബ്ലോക്കുകളിനെ എല്ലാത്തിനെയും മറികടക്കണം. അപ്പോൾ ഓബിയസ്ലി പ്ലേയേഴ്സിന് ആ ഒരു ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഓക്സിജൻ്റെ ലെവൽ കുറയുകയും ബ്രീത്തിങ് ഒക്കെ ഒരുപാട് ആവുകയും ഹൈഡ്രേഷനൊക്കെ ഒരുപാട് ആവശ്യം വരികയും ചെയ്യുന്ന മത്സരത്തിൽ അവരെ കഴിയുന്നതും ഒരുപാട് പണിയെടുപ്പിക്കാതെ ഒരുപാട് ഓട്ടിക്കാതെ അങ്ങനെ ഒരു ഗെയിം പ്ലാനിലേക്ക് തന്നെയായിരിക്കും ഐഡിയൽ ഏതൊരു ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മെക്സിക്കോ അവിടെ ഓൾറെഡി മത്സരിച്ച് ശീലിച്ചൊരു ടീമാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ആ ഒരു ടീം സെറ്റപ്പ് ചെയ്തത്, ഇംഗ്ലണ്ട് ടീം സെറ്റപ്പ് ചെയ്തത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അവർക്കൊരു റെഡ് കാർഡ് കൂടെ കിട്ടിയതോടെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇംഗ്ലണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. കാരണം റെഡ് കാർഡിന് ശേഷം ഹാരി കെയ്ന് പെനാൽറ്റി കിട്ടുകയും പെനാൽറ്റി കൺവേർട്ട് ചെയ്യും, വീണ്ടും മെക്സിക്കോയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടി അത് കൺവേർട്ട് ചെയ്യുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ കാര്യം. ഇംഗ്ലണ്ടിൻ്റെ ടീം അല്ലെങ്കിൽ ഇനീഷ്യലി വേൾഡ് കപ്പ് ടീമിനെ കുറിച്ചുള്ള ചർച്ചകൾ, സ്ക്വാഡ് അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് പലരും സംശയത്തോടെ പറഞ്ഞത്. കാരണം ഈ വേൾഡ് കപ്പിന് മുന്നേയുള്ള പല ഫ്രണ്ട്ലി മത്സരങ്ങളിലും ജൂഡ് ബെല്ലിംഗ്ഹാം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ടായിരുന്നില്ല, ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരൊന്നും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഫൈനൽ സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നുള്ള ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. അതും ജൂഡ് ബെല്ലിംഗ്ഹാമിനെ പോലെ ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ ഇംഗ്ലണ്ട് എടുക്കാതെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള പല ചർച്ചകളും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാന നിമിഷം സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം വരികയാണ്. അപ്പോൾ തന്നെ ഈ ജൂഡ് ബെല്ലിംഗ്ഹാം പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ചൊരു മത്സരം റയൽ മാഡ്രിഡിലും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പല വിമർശനങ്ങളും മേ ബി ആ ഒരു മെൻറ്റാലിറ്റീനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ജൂഡ് ബെല്ലിംഗ്ഹാം. അപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വെർത്തും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജും കൂടിയാണ് വേൾഡ് കപ്പ്. അത്തരത്തിലുള്ള മത്സരവും അത്തരത്തിലുള്ള ടൂർണമെൻറ്റുമാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 90 സെക്കൻഡ് ഗ്യാപ്പിലാണ് 2 ഗോള് ജൂഡ് ബെല്ലിംഗ്ഹാം അടിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും വിമർശകർക്കും എല്ലാവർക്കും മറുപടി കൊടുക്കുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസീവ് കേപ്പബിലിറ്റിനെ പറ്റിയിട്ടും പല വിമർശനങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു ഗോൾ കീപ്പറിൻ്റെ പെർഫോമൻസിനെ പറ്റി പിക്ഫോർഡ് അത്ര ഒരു മികച്ച ഓപ്ഷൻ ആയിരുന്നു എന്ന് പലപ്പോഴും സംശയം തോന്നിയിരുന്നു. ഇത് രണ്ടിനും കൂടെ മറുപടി കൊടുത്തൊരു ദിവസം കൂടെയായിരുന്നു ഇന്നലെ. പ്രത്യേകിച്ച് ജാരൽ ക്വാൻസ് ഒരു ഡിഫൻഡറിനാണ് റെഡ് കാർഡ് കിട്ടിയത്. അതിനുശേഷം ഡിഫൻസീവ് മോഡിലേക്ക് മാറിയിട്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. പിക്ഫോർഡിൻ്റെയും കുറേ നല്ല സേവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇംഗ്ലണ്ടിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. മേ ബി ഈ ഒരു ഫിക്സറിലെ എന്തായാലും ഇനിയുള്ള നോക്കൗട്ട് മാച്ചസ് ഇതിലും ടഫ് ആവുകയുള്ളൂ. പക്ഷേ എല്ലാം കൊണ്ടും സ്റ്റേഡിയത്തിന് പുറത്തും സ്റ്റേഡിയത്തിനകത്തും എല്ലാം കൊണ്ടും ഇത്രയും ടഫായിട്ടുള്ള ഒരു മാച്ച് ഇംഗ്ലണ്ട് ഇനി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ
അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ്? അതായത് സ്പെയിനെ നേരിടാൻ പോർച്ചുഗൽ ഇറങ്ങുമ്പോൾ പോർച്ചുഗലിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നേഷൻസ് ലീഗിൽ ഫൈനലിൽ സ്പെയിനെ തോൽപ്പിച്ചിട്ടാണ് പോർച്ചുഗൽ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നോ ഹൗ എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതേ ഏകദേശം സിമിലർ ടീം തന്നെയാണ് സ്പെയിന് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ഇവരെ പുറത്താക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇവരെ പൂട്ടാന്നുള്ളത്. പക്ഷേ നേഷൻസ് ലീഗ് അല്ല വേൾഡ് കപ്പ്. അതിൽ വരുമ്പോൾ മൊത്തത്തിൽ എല്ലാ പരിപാടികളും മാറും. അത് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ പക്ഷെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പല മേജർ കോമ്പറ്റേറ്റീവ് ലീഗിലും കഴിഞ്ഞ 12 മീറ്റിംഗ്സിലും പോർച്ചുഗലിന്, അതായത് നേഷൻസ് ലീഗിന് പുറമേയുള്ള കാര്യമാണ് പറയുന്നത്, 12 തവണ മീറ്റ് ചെയ്ത സമയത്ത് പോർച്ചുഗൽ സ്പെയിനും മത്സരിച്ച സമയത്ത് പോർച്ചുഗലിന് ഒറ്റ തവണ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്പെയിനിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം കൂടെ അവിടെയുണ്ട്. അത് 2018 വേൾഡ് കപ്പിൽ സ്പെയിനെതിരെ ഹാട്രിക് റൊണാൾഡോ നേടിയ ആ ഒരു മത്സരം. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ മെക്സിക്കോനെ പറഞ്ഞ പോലെ ഇതുവരെ ഒരു ഗോളും കൺസീഡ് ചെയ്യാത്ത ഒരു ടീമാണ് ഈ വേൾഡ് കപ്പിൽ. അപ്പോൾ അവർ ആ ഒരു കോൺഫിഡൻസോടെ ആ ഒരു ഡിഫൻസീവ് കേപ്പബിലിറ്റിയോടെയാണ് ഈ ടീമിലേക്ക് അല്ലെങ്കിൽ ഈ മത്സരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. മാത്രമല്ല സ്പെയിനിൻ്റെ കഴിഞ്ഞ മത്സരത്തിൻ്റെ ഒരു വിശകലനത്തിൽ നമ്മൾ പറഞ്ഞ പോലെ സ്പെയിനിൻ്റെ ഒരു വിന്നിംഗ് മിഡ്ഫീൽഡ് കോംബോ അവർ ഐഡൻറ്റിഫൈ ചെയ്തതും, അതായത് അവർ അതിന് മുന്നേ പലതവണ പരീക്ഷിച്ചിട്ടുള്ള കോംബോ തന്നെയാണ്. പക്ഷേ അതിനെ ആ കോംബോ തന്നെയാണ് ഇറക്കേണ്ടത്. കാരണം അതാണ് വർക്കിംഗ് ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിച്ചൊരു മത്സരമായിരുന്നു കഴിഞ്ഞ സ്പെയിനിൻ്റെ മത്സരം. അപ്പോൾ അതേ കോംബോ, അതായത് റോഡ്രി, പെഡ്രി, ഡാനി ഓൾമോ, ഈ 3 പേരെ തന്നെയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ. അങ്ങനെ വരുമ്പോൾ തന്നെ ആ സ്പെയിൻ ടീമിൽ വരുന്ന ഒരു ഫ്രീ ഫ്ലോയും പരിപാടിയുണ്ട്. അതിനെ എങ്ങനെ പോർച്ചുഗൽ മറികടക്കുന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന ചോദ്യം. മാത്രമല്ല സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിഷൻ ടീമിനനുസരിച്ച് വളരെ രീതിയിൽ ഇപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്പെയിനും ഈ ടൂർണമെൻറ്റ് തുടങ്ങിയത് ഒരു വീക്ക് സ്പോട്ട് എന്നാണ്. അതായത് കേപ്പ് വെർഡേക്കെതിരെ സമനില പിടിക്കുന്നു, ഉറുഗ്വേക്കെതിരെ ഒരു ഷെയ്ക്കി ആയിട്ടുള്ള ഒരു വിന്ന, ജയിച്ചെങ്കിലും ഒരു ഷെയ്ക്കി ആയിട്ടുള്ള ഒരു വിന്നായിരുന്നു. സൗദി അറേബ്യക്കെതിരെ സോളിഡ് ആയിട്ടുള്ളൊരു വിൻ തന്നെയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്പെയിന് വരുമ്പോൾ റൗണ്ട് ഓഫ് 32 ഓസ്ട്രിയക്കെതിരെ വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് സ്പെയിൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പല ടീമുകളെയും പറ്റി പറയുന്നത് പോലെ തന്നെ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്നവരും ഇമ്പ്രൂവ് ആവുന്ന മറ്റൊരു ടീം കൂടെയാണ് സ്പെയിൻ. സ്പെയിന് പലരുടെയും ഫേവറേറ്റ്സും കൂടെയാണ് ഈ വേൾഡ് കപ്പ് വിജയിക്കാനുള്ളത്. അപ്പോൾ ഈ മത്സരത്തിന് മുന്നേ ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് 49.2% വിജയസാധ്യതയാണ് സ്പെയിനിന് കൊടുക്കുന്നത്. പക്ഷേ പോർച്ചുഗലിന് വെറും 25.6% കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ സിമുലേഷൻസിലും സ്റ്റാച്ചു ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്പെയിൻ തന്നെയാണ് അതിഭീകരമായിട്ടുള്ളൊരു വിജയസാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് പ്ലേയേഴ്സിനാണെങ്കിലും ടീമിനാണെങ്കിലും മാനേജ്മെൻറ്റിനാണെങ്കിലും എല്ലാവർക്കും അറിയുന്നത് ഇതിനെ എങ്ങനെ പോർച്ചുഗൽ മറികടക്കും, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ മറികടക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണെന്ന്. അതായത് റിട്ടയർ ചെയ്യുന്നല്ല, ഇനിയും ചിലപ്പോൾ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചേക്കാം, പക്ഷേ വേൾഡ് കപ്പ് അവസാനത്തെ വേൾഡ് കപ്പാണെന്ന് റൊണാൾഡോ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് കപ്പായിട്ട് കരിയർ അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ മത്സരം വിജയിക്കാനുള്ള പരിശ്രമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന പല ക്രിറ്റിസിസസും പലതും ഉണ്ട്. അതായത് അദ്ദേഹമാണ് ഈ പോർച്ചുഗൽ ടീമിനെ പിന്നോട്ട് വലിപ്പിക്കുന്നത് എന്ന രീതിയിൽ വലിയ ക്രിറ്റിസിസമാണ് റൊണാൾഡോ നേരിടുന്നത്. അതിനും കൂടെ മറുപടി നൽകാൻ പറ്റിയ ഒരു മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് പോർച്ചുഗലിന് സ്പെയിനിനെതിരെ ഒരു വിജയം നേടാൻ കഴിഞ്ഞാൽ ഫൈനൽ വരെ പോർച്ചുഗലിന് പോകാനുള്ളൊരു മേജർ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക.